പാലക്കാട് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിലാണ് ഡീലെന്ന് സി.പി.എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞു. ഷാഫി വന്നപ്പോൾ തുടങ്ങിയ ഡീലാണ്. മലമ്പുഴയിൽ കോൺഗ്രസ് ബി.ജെ.പിയെ സഹായിക്കുന്നു. ജനങ്ങൾക്കിടയിൽ പിന്തുണയുള്ള ആളാണ് എൻ.എം.ആർ. റസാഖ് എന്നും സുരേഷ് ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങളുടെ വോട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് അവിടെ ബൈ ഇലക്ഷനിൽ ബി.ജെ.പിയുടെ വോട്ട് 10,000-ലധികം വോട്ട് ആർക്ക് പോയി? പത്തനംതിട്ടയിൽ നിന്ന് ഷാഫി കൊണ്ടുവന്ന് ഗ്യാരണ്ടി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പോയില്ലേ? ആ ഗ്യാരണ്ടി എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് 10,000-ലധികം RSSൻ്റെ വോട്ട് ഡീലിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ CPM ബി.ജെ.പി ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ CPM ബി.ജെ.പി ഡീൽ എന്ന് പറഞ്ഞാൽ? പാലക്കാട് നിന്നും ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഡീൽ എന്നുള്ളൊരു വാക്ക് ഇങ്ങനെ കത്തി നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിപ്പോൾ പാലക്കാട് മാത്രമല്ല മറ്റിടങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ചൂടുപിടിച്ച ചർച്ച വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട്ടെ മാത്രം കാര്യം നോക്കാം. അവിടെ നിന്നാണല്ലോ എല്ലാത്തിനെയും തുടക്കം. UDF ഈ വിഷയം സജീവമാക്കി നിർത്തുന്നുണ്ട്. അത് കോൺഗ്രസ് ബി.ജെ.പി ഡീലാണെന്നും പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം നിൽക്കുന്നുണ്ട്. ഈ പരാജയം ഭയന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ആരോപണമൊക്കെ വരുന്നത് എന്ന് ശോഭാ സുരേന്ദ്രനൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മണ്ഡലത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് സജീവമായി തന്നെ ഈ ഡീൽ ആരോപണം നിൽക്കുകയാണോ? തീർച്ചയായും മൂന്ന് മുന്നണികൾക്കിടയിലും ഡീൽ ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് ആണ് ഈ ആരോപണം ഓൺ ചെയ്യുന്നത്. ഇവിടെ ഒരു ഡീലുണ്ട്, അത് ബി.ജെ.പിയും CPM-ഉം തമ്മിലുള്ളതാണ്. തങ്ങൾക്ക് ഡീല് ജനങ്ങളോടാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. CPM ബി.ജെ.പിയും നേരെ തിരിച്ചും ആരോപിക്കുന്നുണ്ട്. CPM പറയുന്നത് ഇവിടെ ഡീലുള്ളത് ബി.ജെ.പി കോൺഗ്രസ് തമ്മിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഏകദേശം 10,000-ലധികം വോട്ടുകൾ ബി.ജെ.പിയുടെ വോട്ടുകൾ കോൺഗ്രസിന് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. തിരിച്ച് മലമ്പുഴയിൽ തിരിച്ച് സഹായിക്കും, അതായത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ അതോടൊപ്പം തന്നെ ബി.ജെ.പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആ രീതിയിലുള്ള പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങൽ ഈ പാലക്കാട് ജില്ലയിൽ പലയിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് എൻ സുരേഷ് ബാബു ആരോപിക്കുന്നത്. സ്വാഭാവികമായി ഡീൽ ആരോപണം കൊണ്ടുവന്ന് കോൺഗ്രസ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഈ തരത്തിൽ ഒരു ഡീൽ ആരോപണം വരുമ്പോൾ ബി.ജെ.പി തോൽക്കണം, ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ആരോപണത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി തന്നെ നമ്മൾ കാണേണ്ടത്. ഏതായാലും ഈ ആരോപണങ്ങളൊക്കെ തന്നെ സജീവമായി തന്നെ ചർച്ചയാകുന്നുണ്ട്. മുന്നണികൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. അങ്ങനെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് രംഗം ഈ ഡീൽ ആരോപണത്തിൽ ചൂട് പിടിച്ചതാകുന്നു. ഓക്കെ, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പാലക്കാട് ഉൾപ്പെടെ ഈ ഒരു ഡീൽ ആരോപണം അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്.